പാകിസ്ഥാന് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ തൊടാനായില്ലെന്ന് സൈന്യത്തിന്റെ ഓപ്പറേഷൻസ് തലവന്മാർ. രാജ്യത്തിന്റെ മിസൈൽ വേധ സംവിധാനം മതിലുപോലെന്തോ. ചൈനീസ് നിർമ്മിത മിസൈലുകൾ തകർത്തതിന്റെ ദൃശ്യങ്ങളും എയർ മാർഷൽ AK ഭാരതി പ്രദർശിപ്പിച്ചു. हमारी एयर डिफेंस सिस्टम्स देश के लिए दीवार की तरह खड़ी थी और इसको भेदना दुश्मन के लिए नामुमकिन था. The performance and efficacy demonstrated by even the older battle-proven AD systems like the Pechora, the OSA AK and the LLAD guns in countering the Pakistani threat vectors in the current operations. They were all modern generations, but these battle-proven systems stood the test of time and took them on head-on. Another highlight has been the stellar performance of the indigenous air defense weapon system like the Akash system. Shown on the screen is the probable enemy PL-15 missile, which is of Chinese origin. This missile has missed its target, and you can see the pieces now which are available with us. Another weapon system or weapon which was found was the long-range rocket, the pieces of which you can now see on the screen. We have talked about the loiter munitions and the unmanned aerial systems, and here are some of the glimpses of those systems which we have brought down. കറാച്ചി നഗരത്തിനടുത്ത് മാലിർ കണ്ടോൺമെന്റ് അടക്കം ആക്രമിച്ചുവെന്ന് വ്യക്തമാക്കി ഇന്ന് ഓപ്പറേഷൻസ് തലവന്മാർ മാധ്യമങ്ങളെ കണ്ടു. പാകിസ്ഥാന്റെ വ്യോമസേന താവളങ്ങൾ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങളും വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു. The composite picture of the Indian Air Force targeting so far is now shown on the screen. As you can see, we have targeted the length and breadth of the adversary. This is the strike on the Noor Khan Air Base. And this is the aftermath of our strike at Rahim Yar Khan Air Base. You can see the massive crater that it has left on its runway. And you can see the pinpoint accuracy of our weapons. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത തിരിച്ചടി അതെങ്ങനെയായിരുന്നു എന്ന് വിവരിക്കുകയായിരുന്നു ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട സേനാ തലവന്മാർ. ഒപ്പം എത്ര അക്യുറേറ്റ് ആയിരുന്നു നമ്മുടെ സംവിധാനങ്ങളെന്നും, ഒരു ചെറിയ തിരിച്ചടി പോലും നമുക്ക് സംഭവിച്ചിട്ടില്ല, ചെറിയ നാശനഷ്ടങ്ങൾക്ക് അപ്പുറത്ത് പാകിസ്ഥാൻ വിചാരിച്ചതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു. എന്തൊക്കെയായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ സവിശേഷതകൾ? രഞ്ജിത്ത്, ഇന്ന് രണ്ട് കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് സൈന്യം പറയുന്നു. ഒന്ന്, കൃത്യതയും അതുപോലെ അത് ഒരു ഏകോപനവും വളരെ കൃത്യമായി പ്രകടമായി എന്ന് പറയുമ്പോൾ, ഇന്ന് പുതിയതായി പുറത്തു വന്ന ഒരു കാര്യം ഈ കറാച്ചിയിലെ മാലിർ കാൻഡ് ഏരിയ ആക്രമിച്ചു എന്നതാണ്. അത് കറാച്ചി പട്ടണത്തിന് സമീപത്തുള്ള ഒരു സ്ഥലമാണ്. കറാച്ചി നഗരത്തിൻ്റെ നടുവിൽ നിന്ന് ഒരു 35 കിലോമീറ്റർ മാത്രം ദൂരെ ഉള്ള ഒരു പാകിസ്ഥാൻ്റെ ഒരു പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രമാണ് കറാച്ചി. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ ബോംബെ പോലെ പാകിസ്ഥാനിൽ വലിയ ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി നടക്കുന്ന ഒരു സ്ഥലമാണ്. അത്തരം നിർണായകമായ ഒരു കേന്ദ്രത്തിലേക്ക് ആക്രമണം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇസ്ലാമാബാദിലേക്ക് ആക്രമണം വരുന്നു, സൈനിക കേന്ദ്രമായ റാവൽപിണ്ടിയിൽ ആക്രമണം വരുന്നു, നൂർ ഖാൻ എയർബേസ് ഒക്കെ തകർത്തു, റഹീം യാർ ഖാൻ എയർബേസ് തകർത്തതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ റൺവേ ഒക്കെ ചിന്നിച്ചിതറിക്കിടക്കുന്നത് ഇനി നേരെയാക്കാൻ തന്നെ കുറേ സമയമെടുക്കും എന്നത് ഒരു വശത്ത്. ലാഹോറിൽ റഡാർ സംവിധാനങ്ങൾ തകർത്തു. അതോടൊപ്പം നമ്മുടെ സ്റ്റെല്ലർ പെർഫോമൻസ് കാഴ്ചവെച്ചത് ആകാശ് സംവിധാനമാണ്. ആകാശ് സംവിധാനത്തെ പറ്റിയുള്ള വിവരങ്ങൾ ഇന്ന് വാർത്താ സമ്മേളനത്തിലുണ്ടായി. അപ്പോൾ പാകിസ്ഥാൻ്റെ ഈ ചൈനീസ് നിർമ്മിത PL-16 മിസൈലുകൾ അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ചിതറിക്കിടക്കുന്ന ഈ അവശിഷ്ടങ്ങൾ ചൈനീസ് നിർമ്മിത വെടിക്കോപ്പുകളുടെ അവശിഷ്ടങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്ത്യ ഒരു മൾട്ടി ലെയർഡ് ഗ്രിഡ് സിസ്റ്റം നമുക്ക് ആകാശത്തുണ്ട് എന്ന് ഇന്ന് വ്യക്തമാക്കുന്നു. ഏതു തരം ആക്രമണം വന്നാലും അത് ഏതെങ്കിലും ഒരു സാങ്കേതിക സംവിധാനത്തെ അതിജീവിച്ച് മുന്നോട്ട് വന്നാൽ അടുത്ത സാങ്കേതിക സംവിധാനം അത് തടയാൻ രംഗത്ത് വരുന്ന തരത്തിൽ മൾട്ടി ലെയർഡ് ഗ്രിഡ് സംവിധാനം ഉണ്ട് എന്ന് പറയുന്നു. PL-15 മിസൈലുകൾ ആക്രമിക്കപ്പെടുമ്പോൾ അത് ഏത് തരത്തിലാണ് അതിൻ്റെ പ്രതിരോധം എന്ന് വളരെ കൃത്യമായി PL-15 പലയിടത്തും തകർന്നു കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ചൈനീസ് നിർമ്മിത മിസൈലിൻ്റെ ഉപയോഗശൂന്യത അവിടെ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള വലിയ തോതിലുള്ള ഒരു ആക്രമണം നടന്നുവെന്ന് സൈന്യം വ്യക്തമാക്കുന്നു. നമ്മുടെ ഈ ഹാർപ്പി ഡ്രോണുകൾ
വലിയ തോതിൽ പാകിസ്ഥാനിൽ ആക്രമണം നടത്താൻ സഹായിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും ഒരു ഇസ്രായേൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയുള്ള ഡ്രോണുകളാണ് അവിടെ ആക്രമണം നടത്തിയത്. ഇന്ത്യയുടെ എയർ മാർഷൽ ഒപ്പം തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് എയർഫോഴ്സിൻ്റെ എയർ മാർഷൽ AK ബർദി വ്യക്തമാക്കുന്നത് വളരെ ശക്തമായ ഒരു വ്യോമ സംവിധാനം ഏർപ്പെടുത്താൻ കഴിഞ്ഞുവെന്നും പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകളും മിസൈലുകളും അതുപോലെ മറ്റ് ആക്രമണങ്ങളെയും എല്ലാം ഫലപ്രദമായി തടയാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതാണ്. തീർച്ചയായും. ഒപ്പമാണ് മനു, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി 8 മണിയോടുകൂടി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ്. അത് ഈ പുൽവാമ സംഭവത്തിന് ശേഷം അദ്ദേഹം ചില പൊതുപരിപാടികളിൽ പങ്കെടുത്തിരുന്നു. ഈ അറ്റാക്കുകൾക്ക് ശേഷം, സീസ്ഫയറിന് ശേഷം ഉണ്ടാകുന്ന അഭിസംബോധന എന്ന പ്രത്യേകതയുണ്ട്. എന്ത് പ്രതീക്ഷിക്കണം പ്രധാനമന്ത്രിയിൽ? ഇന്നലെ പ്രതിരോധ മന്ത്രിയൊക്കെ മാധ്യമങ്ങളെ കണ്ടിരുന്നുവല്ലോ. അതെ, പ്രധാനമന്ത്രി 8 മണിക്ക് ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും എന്നാണ് വ്യക്തമാകുന്നത്. സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ ആദ്യ പ്രസംഗമെന്ന നിലയിൽ വളരെ കൗതുകത്തോടുകൂടിയും ജിജ്ഞാസയോടും കൂടിയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ഏതായാലും ഒരു കാര്യം പ്രധാനമന്ത്രി അടിവരയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയായിരിക്കും. തീവ്രവാദത്തിനെതിരെ സന്ധിയില്ല സമരം നടത്തുന്ന അല്ലെങ്കിൽ പോരാട്ടം നടത്തുന്ന ഇന്ത്യക്ക് ഇനി അടുത്ത ഘട്ടം എന്ത് എന്നത് കൂടി വ്യക്തമാക്കാനുണ്ടാകൂ. ഒപ്പം തന്നെ നമ്മുടെ ഈ കരസേനയുടെ DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് പറഞ്ഞതുപോലെ അവിടെ വലിയ ഒരു ആക്രമണം നടത്തുകയും അത് ഒട്ടനവധി തീവ്രവാദികളെയും അതുപോലെ തന്നെ സൈനികരെ കൂടി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പം അതിൻ്റെ ഒരു കാര്യങ്ങൾ പ്രധാനമന്ത്രി വ്യക്തമാക്കും. തുടർന്ന് രാജ്യം വളരെ കൗതുകത്തോടെ നോക്കിക്കാണുന്നത് ഇപ്പം ഇത്രയും കാലം സൈനിക കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് നമ്മൾ പലപ്പോഴും കേട്ടത്. സിന്ധു നദീതട ജലം സിന്ധു നദീതട ധാരണകൾ എങ്ങനെ വരും, ഈ ഇൻഡസ് സിന്ധു നദിയുടെ ജലം പങ്കുവെക്കുന്നതിനെ സംബന്ധിച്ച് ഇനി ഇന്ത്യയുടെ നിലപാട് എന്താണ്? ഇപ്പോൾ അത് താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ്. ഇനി അത് വിട്ടു നൽകാൻ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള നിലപാട് എന്തായിരിക്കും എന്നത് പ്രധാനമന്ത്രിയിൽ നിന്ന് ഉറ്റുനോക്കുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ GDP കൃഷിയെ ഒക്കെ ബാധിക്കാൻ പോകുന്ന വലിയൊരു കാര്യമാണ് ഈ ചെനാബ് ജലം, അത് നദികളിൽ വെള്ളം കിട്ടാതിരിക്കുക എന്ന സാഹചര്യം വരുമ്പോൾ. അതോടൊപ്പം മറ്റൊരു പ്രധാന കാര്യം ഈ വിസ സംവിധാനങ്ങൾ, ഷോർട്ട് ടേം വിസകൾ ആളുകൾക്ക് നൽകിയിരുന്നു. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് വെച്ച് യാത്ര ചെയ്തിരുന്നു. ലോങ് ടേം വിസകളുണ്ട്. ആ നിലപാട് എങ്ങനെയായിരിക്കും എന്ന കാര്യം കൂടി നമ്മൾ ഉറ്റുനോക്കുകയാണ്. അതുപോലെ തന്നെ ഈ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ഉണ്ടായ ഈ അവിടുത്തെ തർക്കത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ഉയർത്തുന്ന കലാപത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്ന എല്ലാവരും ആശങ്കയോടുകൂടി ഉറ്റുനോക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു വലിയ വാർത്തയാകും. പക്ഷേ അത് എത്രമാത്രം ഉണ്ടാകും എന്നതിനെക്കുറിച്ചൊക്കെയുള്ള, അതുപോലെ തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വം ഇത് ചർച്ച ചെയ്യണമെന്നും പാർലമെൻറ്റിനെ പ്രത്യേക യോഗം വിളിക്കണമെന്നും അതോടൊപ്പം ഇത് ഒരു സംവാദത്തിന് തയ്യാറാകണമെന്നും ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ പ്രധാനമന്ത്രി രാഷ്ട്രീയ നിലപാടെന്ത് എന്നതായിരിക്കാം ഇന്നത്തെ 8 മണിയിലെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുക. ശരി.